രോഗികളായി ഭാരപ്പെടുന്നവരാരെങ്കിലും നമ്മൾ അവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജോലിയിലായിരിക്കുന്നവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയിൽ കർത്താവെ ആയിരിക്കാൻ, കർത്താവെ തടസ്സമായിരിക്കുന്ന സകല ദുഷ്ടന്റെ പദ്ധതികളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ ജയമെടുക്കുവാൻ കർത്താവെ സഹായിക്കണമേ. ശത്രു അവന്റെ പദ്ധതികൾ അതിവേഗത്തിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതറിഞ്ഞ് ഹല്ലേലൂയ സ്തോത്ര ഈ ദിവസങ്ങളിൽ ഞങ്ങൾ ഒരുക്കത്തോടെ ഓടുവാൻ, ദൈവത്തിനു വേണ്ടി ഓടുവാൻ ഞങ്ങൾ സഹായിക്കണമേ. പക്ഷെ നീ അത് ചെയ്തെടുത്തതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ മാനിച്ചതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും ദിവസത്തിലിരിക്കാം. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുവാകട്ടെ. ഇന്ന് രാത്രികാലം വചനമായി നിൽക്കുന്നത് ബിജു ബ്രദറാണ്. സ്തോത്രം. ഇവരും പ്രാർത്ഥനയുടെ ദിവസങ്ങളിലായിരിക്കാം. ആമേൻ. ദേവദാസനെ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ രാത്രികാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൂടി വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം സംസാരിക്കുവാൻ ഇങ്ങനൊരു അവസരം തന്ന ദൈവദാസനുള്ള നന്ദി അറിയിക്കുന്നു. അതിലൊക്കെ ഉപരിയായി ആമേൻ എന്നെ ബലപ്പെടുത്തുന്ന ശക്തീകരിക്കുന്ന സർവ്വകൃപാലുവായ ദൈവത്തിന് സകല മാനവും മഹത്വം അർപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. നമുക്ക് നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ താക്കോൽ വാക്യം എന്ന് വായിക്കാം. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 6-7 വാക്യങ്ങൾ. നിങ്ങൾ കർത്താവായ ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പിൻ. അവനിൽ വേരൂന്നിയും ആത്മീക വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിനൊത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞുമിരിപ്പിൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യമാണല്ലോ ദൈവസന്നിധാനത്തിൽ നമ്മൾ വായിച്ചത്. ആമേൻ. അതിൻ്റെ ആ വാക്യത്തിൻ്റെ ബേസിൽ നിന്നുകൊണ്ട് ഈ ദിവസങ്ങളിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ ദൈവദാസന്മാരുടെ കേൾക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ അവസരമൊരുക്കിയല്ലോ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള സ്പിരിച്വൽ ഗ്രോത്തിനെ കുറിച്ചുള്ള അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേൾക്കുവാൻ സ്വർഗമിടയാക്കിയല്ലോ. ഇന്നും ഇഴയാകുന്ന അടിയനോ ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി പങ്കുവെക്കുവാൻ ദൈവനാമത്തിൽ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്നാമതായിട്ടുള്ള ഞാൻ ഇന്ന് വ്യത്യസ്തമായിട്ടുള്ള 3 ചിന്തകളെ ഈ വാക്യത്തിലേക്ക് കൊണ്ടുവന്ന് നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത് വ്യക്തിപരമായി ആത്മീക വളർച്ച പ്രാപിക്കുവാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയെ ആമേൻ ദൈവം സന്ദർശിക്കുന്നു. വ്യക്തിപരമായി ആത്മീക വളർച്ച പ്രാപിക്കാൻ വേണ്ടി ആഗ്രഹിച്ച ഒരു വ്യക്തിയോട് ദൈവം ഇടപെടുന്നു. രണ്ടാമതായി പൂർണ്ണമായി ആത്മീക വളർച്ചയിൽ എത്തുവാൻ വേണ്ടി ഒരു ദൈവ പൈതലിനോട് ദൈവം ചില നടപടികളിലൂടെ കടത്തിവിട്ടിട്ട് അവനെ പക്വതയുള്ള പൂർണ്ണതയുള്ള ഒരു ആത്മീക വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നു. ഇനിയും ഹല്ലേലൂയ. ആമേൻ. മൂന്നാമതായിട്ട് ഈ മുഴുവൻ ലോകത്തിൻ്റെയും പ്രതിനിധിയായിട്ട് ആമേൻ ഹല്ലേലൂയ ഒരു മനുഷ്യനെ ദൈവം രക്ഷയിലേക്ക് കൊണ്ടുവരുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ 3 ചിന്തകളും കൂടെ ഒരുമിച്ച് വ്യത്യസ്തമായിട്ടുള്ള ഈ 3 ചിന്തകളെ ഒരുമിച്ച് ഈ വാക്യത്തിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതിനാധാരമായിട്ട് ആമേൻ ഹല്ലേലൂയ ആരാണ് വ്യക്തിപരമായ ആത്മീക വളർച്ച ആഗ്രഹിച്ച ആ വ്യക്തി എന്നുള്ളത് നമുക്ക് ചിന്തിക്കാം. ആമേൻ ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തന പുസ്തകം 10-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ഇത്താലിക എന്ന പട്ടണത്തിൽ കൊർന്നല്യോസ് എന്ന പേരുള്ള ഒരു ശതാധിപൻ ഉണ്ടായിരുന്നു. ഒന്ന് നിർത്തണേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ കഴിഞ്ഞ ദിവസം മനോജ് ബ്രദറിൻ്റെ വീട്ടിൽ വെച്ചിട്ട് ദൈവവചനം ചിന്തിച്ചപ്പോൾ നമ്മൾ ചിന്തിച്ച ഒരു വേദഭാഗം ഉണ്ടായിരുന്നു. ആമേൻ ഹല്ലേലൂയ. ആമേൻ. ജലപ്രളയത്തിന് ശേഷം ഭൂമിയിൽ ഉണ്ടായിരുന്ന നോഹയുടെ 3 മക്കളിൽ നിന്നും ആമേൻ ശേം, ഹാം, യാഫേത്ത് എന്ന 3 മക്കളിൽ നിന്നാണ് ആമേൻ ഹല്ലേലൂയ ഇന്ന് ഈ ഭൂമിയിലുള്ള 800 കോടിയിലധികം ജനങ്ങൾ വളർന്ന് ഉള്ളത്. അതായത് ശേമിൻ്റെ വംശത്തിലുള്ള സെമറ്റിക് വർഗത്തിൽപ്പെട്ട, അതായത് യഹൂദന്മാർ, അല്ല അബ്രഹാമിൻ്റെ വംശത്തിൽ നിന്നുള്ള അവരുടെ മക്കൾ യഹൂദന്മാർ എന്ന ആ ഒരു വർഗം. അതുപോലെ തന്നെ ഹാമിൻ്റെ വർഗത്തിൽപ്പെട്ട ഹമിറ്റിയസ് എന്ന് പറയുന്ന വർഗത്തിൽപ്പെട്ട
ആമേൻ ആഫ്രിക്കക്കാർ അഥവാ ആഫ്രിക്കക്കാർ, ആമേൻ, അവരെക്കുറിച്ചുള്ള ചിന്തയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം മനോജ് ബ്രദറിൻ്റെ വീട്ടിൽ വെച്ച് പറഞ്ഞത്. രക്ഷയിലേക്ക് പെന്തക്കോസ് ഉണർവിന് ശേഷം രക്ഷയിലേക്ക് വന്ന എത്യോപ്യക്കാരനായ ഷണനെ കുറിച്ചാണ് നമ്മൾ അന്ന് ചിന്തിച്ചത്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് മൂന്നാമത്തെ മകനായ യാഫേത്തിൻ്റെ വംശത്തിൽ നിന്നുള്ള ജഫറ്റിക് വർഗത്തിൽപ്പെട്ട, അതായത് ആര്യ വംശത്തിൽപ്പെട്ട ഇത്താലിക്ക എന്ന പട്ടണത്തിലെ കൊർന്നല്യോസ് എന്ന വ്യക്തിയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവൻ ഈ പ്രാരംഭത്തിൽ തന്നെ നമുക്ക് ഈ നമ്മുടെ കുറിവാക്യത്തോട് നമുക്കൊരു അതിന് നീതി പുലർത്തണമല്ലോ. അതുകൊണ്ടാണ് ആ പ്രാരംഭത്തിൽ ചില ചിന്തകൾ പറയാൻ ആഗ്രഹിക്കുന്നത്. വ്യക്തിപരമായ ആത്മീക വളർച്ച ആഗ്രഹിച്ച ഒരു വ്യക്തിയായിരുന്നു ആമേൻ വിജാതീയനായ ഈ കൊർന്നല്യോസ്. ആമേൻ. പ്രത്യേകിച്ച് ഈ കൈസരിയ എന്ന പ്രദേശത്തെക്കുറിച്ച് പഠിച്ചാൽ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ആമേൻ, ഈജിപ്തിൽ നിന്ന് സോറിലേക്ക് പോകുന്ന വഴിക്ക് ഉള്ളൊരു വാണിജ്യ തുറമുഖമാണ് ഈ കൈസരിയ എന്ന് പറയുന്ന സ്ഥലം. അനേക വലിയ വൻമതിലുകളും ഗോപുരങ്ങളും, ആമേൻ, ഹല്ലേലൂയ, ഏകദേശം 20,000 അധികം ആൾക്കാർക്ക് ഇരുന്ന് കൊണ്ട് കുതിര മത്സരം കാണുന്ന കുതിര വീതികളുള്ള വലിയ സ്റ്റേഡിയങ്ങളുള്ള, ആമേൻ, അവിടുത്തെ പ്രമുഖരായ രാജാക്കന്മാരും ദേശാധിപതികളും അവരുടെ ഔദ്യോഗിക വസതി സ്ഥിതി ചെയ്യുന്ന, ആമേൻ, വളരെ ഈ ഇപ്പോഴത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ദുബായ് പോലെ വളരെ വിസ്താരമുള്ള ഒരു വളരെ അനുഗ്രഹിക്കപ്പെട്ട സാമ്പത്തികമായി മെച്ചമുള്ള ഒരു പട്ടണമാണ് ഈ കൈസരിയ എന്ന് പറയുന്ന പട്ടണം. ഈ പട്ടണത്തിൽ, ആമേൻ, ഹല്ലേലൂയ, അനേക വ്യക്തികൾ കടന്നു വരുമായിരുന്നു. വളരെ വാണിജ്യ തുറമുഖമുണ്ട്. വളരെ പ്രസിദ്ധമായിട്ടുള്ള വാണിജ്യ തുറമുഖമുള്ള ഒരു സ്ഥലമാണ് ഈ കൈസരിയ. ഈ കൈസരിയയിലെ അവിടുത്തെ പട്ടാളത്തിൻ്റെ ശതാധിപനായിരുന്ന കൊർന്നല്യോസിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. അവിടെ ഒരു കാര്യം ഞാൻ പറയട്ടെ. ആമേൻ, ഇത്രയും വലിയ, ആമേൻ, സാഹചര്യങ്ങൾ അവിടെ ഉണ്ടായിട്ട് ഇത്രയും നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു സമ്പന്ന പട്ടണത്തിൽ ജീവിക്കുമ്പോഴും, അനേകർ അവിടെ ദൂർത്തടിച്ച് ജീവിക്കുമ്പോൾ, അനേകർ അവിടെ ഇഷ്ടപ്രകാരം ജീവിക്കുമ്പോൾ, ആമേൻ, നല്ല ജോലിയുള്ള, ആമേൻ, ഹല്ലേലൂയ, നല്ല പട്ടാളത്തിൽ 100 പേർക്ക് അധിപനാണ് ഈ കൊർന്നല്യോസ് എന്ന് പറയുന്ന ശതാധിപൻ. അങ്ങനെയുള്ളൊരു വ്യക്തി, ആമേൻ, ഹല്ലേലൂയ, തൻ്റെ പേഴ്സണൽ സ്പിരിച്വൽ ഗ്രോത്തിന് വേണ്ടി ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. അതായത് വേണമെങ്കിൽ ആ വ്യക്തിക്ക് ലോകപ്രകാരം തൻ്റെ ഔദ്യോഗിക പദവി ഉപയോഗിച്ച് ലോക ഇഷ്ടപ്രകാരം ജീവിക്കാം. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തനായിട്ട്, ആമേൻ, ഈ കൊർന്നല്യോസിൽ കാണുന്ന, വിജാതീയനായ കൊർന്നല്യോസിൽ കാണുന്ന ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, അവൻ ദൈവത്തെ അന്വേഷിക്കുവാൻ, ആത്മീകമായി തനിക്കൊരു സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, അതിന് കാരണം എന്താണെന്ന് അറിയുമോ? ആമേൻ, ഞാൻ ഇന്നലെ നമ്മൾ കേട്ടു, ആമേൻ, സ്പിരിച്വൽ ഗ്രോത്തിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക എന്നുള്ളതാണ്, ഒരു കണക്ഷൻ ഉണ്ടാകുക എന്നുള്ളതാണ്. അതിനോട് ചേർന്ന് തന്നെ ഞാൻ പറയട്ടെ, സ്പിരിച്വൽ ഗ്രോത്തിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ആമേൻ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന മനനം ചെയ്യുവാനുള്ള കഴിവ്, അല്ലെങ്കിൽ ഹല്ലേലൂയ, നമുക്ക് നൽകിയിരിക്കുന്ന ഫ്രീ വെൽ, ദൈവം നമ്മളെ സൃഷ്ടിച്ചതിന് ശേഷം, ആമേൻ, ഫ്രീ വെൽ, മനനം ചെയ്യുവാനുള്ള കഴിവ് നമ്മൾ തന്നിട്ട് അതിൽ ദൈവം ഒരിക്കലും ഇടപെട്ടിട്ടില്ല, ഇടപെടുത്തുമില്ല. അതാണ് മനുഷ്യൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അങ്ങനെ മനനം ചെയ്യുവാനുള്ള കഴിവ് ഈ കൊർന്നല്യോസിന് കൊടുത്തപ്പോൾ അവൻ്റെ ആത്മീയ ഗ്രോത്തിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ആ മനനം ചെയ്യുവാനുള്ള അവൻ്റെ കഴിവ് കൊണ്ട്, അല്ലെങ്കിൽ ചിന്തിക്കുവാനുള്ള അവൻ്റെ കഴിവുകൊണ്ട് അവൻ ആദ്യം എടുത്ത തീരുമാനം, ആമേൻ, എനിക്ക് ആത്മീയമായിട്ടൊരു ഗ്രോത്ത് പ്രാപിക്കണമെന്നുള്ളതാണ്. ആ തീരുമാനത്തിൻ്റെ മുൻപിലാണ് പരിശുദ്ധ ആത്മാവ് അവിടെ ഇടപെട്ടത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, ഇന്ന് എന്നെ വചനം കേൾക്കുന്ന ദൈവ പൈതലേ, നമ്മൾ ഹല്ലേലൂയ ദൈവവിശ്വാസത്തിൽ വന്നിട്ട്, ആമേൻ, ദീർഘകാലങ്ങളായിരിക്കാം നമ്മൾ കർത്താവിനെ കുറിച്ച് കേട്ടിരിക്കാം. പക്ഷേ പലപ്പോഴും നമുക്ക് നൽകിയിരിക്കുന്ന ഈ ഫ്രീ വെൽ, അഥവാ ഈ മനനം ചെയ്യുവാനുള്ള അധികാരത്തെ നമ്മൾ ഹല്ലേലൂയ നമ്മുടെ ആത്മീക ഗ്രോത്തിന് ഉപയോഗിക്കാതെ, നമ്മുടെ പേഴ്സണൽ സ്പിരിച്വൽ ഗ്രോത്തിന് ഉപയോഗിക്കാതെ, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിനെ ഉപയോഗിച്ചാൽ നമുക്ക് ഒരിക്കലും, ആമേൻ, നമ്മുടെ ഈ ഹെഡിങ്ങിനോട് നീതി പുലർത്തുവാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. നീതി പുലർത്തുവാൻ കഴിയണമെങ്കിൽ ദൈവം നമുക്ക് മനനം ചെയ്യുവാൻ, ചിന്തിക്കുവാൻ നൽകിയിരിക്കുന്ന ആ ഫ്രീ വെല്ലിനെ, ആമേൻ, ആദ്യമേ തന്നെ നമ്മൾ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കണം. ഈ നമ്മുടെ ഈ കഥാപാത്രം ഈ കൊർന്നല്യോസ് പ്രാർത്ഥിച്ചതുപോലെ, ആമേൻ, ഹല്ലേലൂയ, സ്പിരിച്വൽ ഗ്രോത്തിന് വേണ്ടി ആഗ്രഹിക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ നാളുകളിൽ ദൈവം നമ്മളെ അതിനുവേണ്ടി സഹായിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.
അവിടെ ഇങ്ങനെ വായിക്കുന്നു, ആമേൻ, ശതാധിപൻ ഉണ്ടായിരുന്നു, അവൻ ഭക്തനും തൻ്റെ സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ വചനം ചിന്തിക്കുമ്പോൾ എപ്പോഴും വചനം കൊണ്ട് വ്യാഖ്യാനിക്കണം. ആമേൻ. അങ്ങനെയാണ് വേദപണ്ഡിതന്മാർ പറയുന്നത്. വചനം ചിന്തിക്കുമ്പോൾ വചനം കൊണ്ട് അതിനെ വ്യാഖ്യാനിക്കണം. അങ്ങനെ ഈ വചനം കൊണ്ട് വ്യാഖ്യാനിക്കാൻ ഞാൻ ഈ അധ്യായം ഒന്ന് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം പറയാം. അതിൽ ഒരു കാര്യം വളരെ അത്ര സാധ്യതയില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ ഒന്നാമത്തെ കാര്യം ഞാൻ ഉറപ്പ് തരുന്നൊരു കാര്യമാണ്. കാര്യം എന്താണ്? ഈ മനുഷ്യൻ ഭക്തനാകാനുള്ള കാരണം, ദൈവത്തെ ഭയപ്പെടാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ കാരണമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ആ 10:22 വാക്യം ഒന്ന് വായിക്കാമോ? ആ ആ ആ ആ ആ ആമേൻ. മതി, അവിടെ നിന്ന് നിർത്തണേ. അതിന് അവർ നീതിമാനും ദൈവഭക്തനും യഹൂദന്മാരോട് സകല ജാതിയാലും, യഹൂദന്മാരുടെ സകല ജാതിയാലും നല്ല സാക്ഷ്യം കൊണ്ടവനും. ആമേൻ. അവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് യഹൂദന്മാർ ജാതികളെ തങ്ങളുടെ അടുക്കൽ അടുപ്പിക്കാതെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഈ വിജാതിനായ ഈ ശതാധിപനായ കൊർന്നല്യോസ്, ആമേൻ, തനിക്ക് ദൈവവചനം അല്ലെങ്കിൽ ആമേൻ ദൈവത്തിൻ്റെ ന്യായപ്രമാണം നൽകിയിരിക്കുന്നത്, ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ നൽകിയിരിക്കുന്നത് യഹൂദ ജാതിക്കാണ്. അപ്പോൾ അവരുടെ അടുക്കൽ ചെന്ന് അവരുമായി നല്ലൊരു റിലേഷൻഷിപ്പ് സ്ഥാപിച്ചിട്ട് അവരിൽ നിന്നും ഈ ദൈവവചനം പഠിക്കുവാനും, അവരെങ്ങനെ യഹൂദന്മാർ എങ്ങനെ നീതിവാനമായിട്ട് ജീവിക്കുന്നുവോ, യഹൂദന്മാർ എങ്ങനെ ദൈവത്തെ ഭയപ്പെടുന്നുവോ, യഹൂദന്മാർ എങ്ങനെ ഭക്തിയോടെ ജീവിക്കുന്നുവോ, യഹൂദന്മാർ എങ്ങനെ സൽപ്രവൃത്തികൾ ചെയ്യുന്നുവോ, അതുപോലെ ഈ കൊർന്നല്യോസും അവരെ ഫോളോ ചെയ്യുവാൻ, അവരോട് ചേർന്ന് ഒരു സഹവാസത്തിലേക്ക് വരുവാൻ ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് നമ്മൾ 10-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ താഴോട്ട് വായിക്കുമ്പോൾ 2-ാം വാക്യത്തിൽ വായിക്കുന്നത്, അവനൊരു ഭക്തനായിരുന്നു, അവൻ സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായിരുന്നു. കാരണം അവൻ്റെ സഹവാസം യഹൂദന്മാരോടുമായിരുന്നു. ദൈവമക്കളെ, ഞാനൊരു കാര്യം പറയട്ടെ. നമ്മുടെ ആത്മീക ഗ്രോത്തിൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞ് നമ്മൾ മുൻപോട്ട് നമ്മുടെ ആ ഗ്രോത്ത് വളരണമെങ്കിൽ നമ്മുടെ സഹവാസം ദൈവമായിട്ടും ദൈവഭക്തന്മാരോടുകൂടെയുമായിരിക്കണം. നമ്മൾ ഈ ലോകത്തോടു കൂടെ നമ്മുടെ ചിന്തയെ കടത്തിവിട്ടാൽ, ലോകത്തിലുള്ള പിശാച് ബാധിച്ചവരുമായിട്ട് സമ്പർക്കം പുലർത്തിയാൽ നമുക്ക് ആത്മീകമായി ഗ്രോത്ത് പ്രാപിക്കാൻ കഴിയത്തില്ല. നേരെ മറിച്ച് ദൈവവചനം പറയുന്ന, പ്രാർത്ഥിക്കുന്ന, ഭക്തിയുള്ള, ഭയമുള്ള, ദൈവത്തെ സ്നേഹിക്കുന്ന, നല്ല മനസ്സുള്ള നല്ല ആൾക്കാരുമായിട്ടാണ് നമ്മുടെ സമ്പർക്കമെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ആത്മീക ഗ്രോത്ത്, നമ്മൾ ആത്മീകമായി പേഴ്സണലായി വളരുവാൻ തുടരും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഇതാ, ആമേൻ, ഹല്ലേലൂയ, ഈ കൊർന്നല്യോസ്, ആമേൻ, യഹൂദന്മാരുമായിട്ടുള്ള നല്ലൊരു സമ്പർക്കം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൻ ദൈവത്തെ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഭയപ്പെടുവാനും ഭക്തിയുള്ളവനുമായി തീർന്നത്. ഇതാണ് ഒന്നാമത്തെ ഞാൻ പറഞ്ഞൊരു പോയിന്റ്. ഇനിയും വളരെ വിദൂര ചാൻസ് ഉള്ള മറ്റൊരു കാര്യമെന്ന് പറയുന്നത് 8-ാം അധ്യായത്തിൽ 40-ാം വാക്യം ഒന്ന് വായിക്കാമോ? 8-ാം അധ്യായത്തിൻ്റെ 40-ാമത്തെ വാക്യം. ആമേൻ. പട്ടണങ്ങളിലും സുവിശേഷം അറിയിച്ചുകൊണ്ട് കൈസരിയിലെത്തി. നോക്കണമേ, സുവിശേഷം നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച ഭാഗമാണ്. ആമേൻ. ആദ്യമേ നടന്നുകൊണ്ട് ഫിലിപ്പോസ് സുവിശേഷം അറിയിച്ചു, രണ്ടാമത് തേരിൽ ഇരുന്നു കൊണ്ട് സുവിശേഷം അറിയിച്ചു. അങ്ങനെ അറിയിച്ചപ്പോൾ ദൈവം അവനെ പരിശുദ്ധാത്മാവിനാൽ, ആമേൻ, ഗാസയിൽ നിന്നും, ആമേൻ, ഹല്ലേലൂയ, എസ്തോദിലേക്ക് എടുത്തുകൊണ്ടുപോയി. ഞാനത് ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ ഏകദേശം 38 കിലോമീറ്റർ ഉണ്ട് ഗസ ടു അസ്തോദ്. ഈ 38 കിലോമീറ്റർ പരിശുദ്ധാത്മാവ് അവൻ ഈ ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി. പ്രൈസ് ദി ലോർഡ്. ഫിലിപ്പോസിനെ നിയന്ത്രിച്ച് അടുത്തൊരു ശുശ്രൂഷ മേഖലയിലേക്ക് ഫിലിപ്പോസിനെ ഉയർത്തി. പക്ഷേ അവിടെ ചെന്ന ഫിലിപ്പോസ് അവിടെ നിന്നില്ല. അവൻ ചെന്നിടത്തെല്ലാം സുവിശേഷം പറഞ്ഞ് അവൻ ഇപ്പോൾ കൈസരിയയിലും എത്തി. അങ്ങനെയെങ്കിൽ ഈ കൈസരിയയിലെത്തി സുവിശേഷം അറിയിക്കുമ്പോൾ അവിടെ ജനങ്ങൾ കൂടി കാണും. അപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ശതാധിപനായ കൊർന്നല്യോസിനും അവരുടെ ടീമിനും അവിടെ ഒരു പരിപാലനത്തിന് വേണ്ടി അവിടെ എത്തിക്കാണും. ദൂരെ നിന്നുകൊണ്ട് ഫിലിപ്പോസിൽ നിന്നുള്ള സുവിശേഷം കേട്ട് കാണും. അത് ഞാൻ പറയുന്നത് ഒരു വിദൂരമായ ചാൻസ് ആണ്. ആമേൻ. അങ്ങനെ കേട്ട് കാണും. അതുമാത്രമല്ല, അന്ന് സുവിശേഷം കേട്ട്, ഇനി 10:7 ഒന്ന് വായിച്ചേ. 10:7. അവനോട് സംസാരിച്ച
പ്രകാശിച്ച് ദൂതൻ പോയ ശേഷം ആമേൻ. അവൻ തന്റെ വേലക്കാരി രണ്ടുപേരെയും തന്റെ അടുക്കൽ അകമ്പടി നിൽക്കുന്നവരിൽ ദൈവഭക്തനായ ഒരു പടയാളിയെയും. അപ്പോൾ ഈ കൊർന്നല്യോസ് ആമേൻ ഹല്ലേലൂയ ദൈവവചനം കേട്ട് രക്ഷിക്കപ്പെട്ട ഒരു ദൈവഭക്തനെയും തൻ്റെ അവരുമായിട്ട് സഹവാസം പുലർത്തിയിരുന്നത് കൊണ്ട് തൻ്റെ കൂട്ടത്തിൽ ഒരു അകമ്പടി നായകനെയും ആക്കിയിരുന്നു. അവനോട് കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയും ദൈവവചനം സംസാരിക്കുകയും ചെയ്യുന്നുണ്ടായിരിക്കാം. അങ്ങനെയും ഭക്തനാകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. എന്ത് പറഞ്ഞാലും ഇവൻ നീതിമാനും ഭക്തനും കുടുംബമായി ദൈവത്തെ ഭയപ്പെടുന്നവനും സേവിക്കുന്നവനുമായിരുന്നു. അതുകൊണ്ട് ദൈവം ഹല്ലേലൂയ അവൻ്റെ ആത്മീകമായിട്ട് വളരുവാനുള്ള അവൻ്റെ മനസ്സിനെ ദൈവം കണ്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വചനം പഠിക്കുവാനുള്ള അവൻ്റെ മനസ്സിനെ ദൈവം കണ്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ നാളുകളിൽ ആത്മീകമായിട്ട് വളർച്ച പ്രാപിക്കണമെങ്കിൽ ആമേൻ ഹല്ലേലൂയ നമ്മൾ ഹല്ലേലൂയ വചനത്തിലൂടെ നമ്മുടെ ആത്മീകമായിട്ടുള്ള നമ്മുടെ പേഴ്സണൽ സ്പിരിച്വൽ ഗ്രോത്തിൻ്റെ മറ്റൊരു കാരണം എന്ന് പറയുന്നത് ദൈവവചനം അന്വേഷിക്കുകയും അത് പഠിക്കുകയും ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിൽ നമ്മൾ ഇഷ്ടം തോന്നുകയും അതിൽ മുട്ടുമടക്കുകയും ചെയ്യണം. ഹല്ലേലൂയ. നമ്മൾ ഇന്നലെ നമ്മൾ കേട്ട് പ്രാർത്ഥിക്കണമെന്ന്. ആമേൻ. ഇന്ന് ഞാൻ പറയുന്നു നമ്മൾ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ദൈവവചനത്തിനെ സ്നേഹിക്കണം. ആമേൻ. ദൈവവചനത്തെ സ്നേഹിക്കണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ആത്മീയ ഗ്രോത്തിന് അത് കാരണമായി തീരും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഈ ഇത്താലിക്ക എന്ന പട്ടണത്തിലെ ഈ ശതാധിപൻ്റെ അടുക്കൽ ഈ ഒരു ആഗ്രഹത്തെ മാനിച്ചിട്ട് അവൻ ഹല്ലേലൂയ അവനെക്കുറിച്ച് പറയുന്നത് ദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിൻ്റെ മുമ്പിലെത്തിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരു നല്ല യഹൂദന്മാരുടെ നല്ല ബന്ധം കാരണം അവൻ ഒരു ആത്മീക ഉന്നതി ആഗ്രഹിക്കുന്ന ഈ ശതാധിപൻ്റെ അടുക്കിലേക്ക് ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വന്നിട്ട് ഹല്ലേലൂയ നിൻ്റെ പ്രാർത്ഥനയും നിൻ്റെ ധർമ്മവും സ്വർഗം കണ്ടിരിക്കുന്നു. ഞാൻ നിന്നെ ഹല്ലേലൂയ നിൻ്റെ ആഗ്രഹം പോലെ നിന്നെ ആത്മീകമായിട്ടൊന്ന് ഉയർത്താൻ പോവുകയാണ്. അവൻ ഈ നാളുകളിൽ ആമേൻ ഹല്ലേലൂയ നമ്മുടെ മനനം ചെയ്യുന്ന നമ്മുടെ മനസ്സുകൊണ്ട് ദൈവസന്നിധാനത്തിൽ ഒരു തീരുമാനമെടുക്കാമോ? എനിക്ക് ആത്മീകമായിട്ട് ഒന്ന് വളരണം, എനിക്ക് ആത്മീകമായിട്ട് ഒന്ന് വളരണം, എനിക്ക് പരിശുദ്ധ ആത്മാവിനാൽ ഒന്ന് നിറയപ്പെടണം, എനിക്ക് വചനത്താൽ ഒന്ന് നിറയപ്പെടണം, എനിക്ക് ആത്മീക കൂട്ടായ്മകളിൽ പങ്കാളിയാകണം, എനിക്ക് ആത്മീക സാന്നിധ്യമുള്ളവരുമായി ഇടപെടണം. അങ്ങനെ ഹല്ലേലൂയ അങ്ങനെ ഒരു മനസ്സ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഈ നാളുകളിൽ നമ്മുടെ ആത്മീക ജീവിതം ദൈവസന്നിധാനത്തിൽ ഹല്ലേലൂയ മനോഹരമായി തീരും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ കൊർന്നല്യോസ് അങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ഹല്ലേലൂയ ദൈവം അവന് വേണ്ടി വഴികളെ തുറന്നു. എന്താണ്? ആമേൻ ഹല്ലേലൂയ. ആമേൻ കൈസര്യയിൽ ഇരുന്നു കൊണ്ട് ദൈവ സാന്നിധ്യത്തിന് വേണ്ടി ആഗ്രഹിച്ച വ്യക്തിയെ ആമേൻ യോപ്പയിലുള്ള പത്രോസിൻ്റെ അടുക്കലേക്ക് ആമേൻ ദൈവം ആളെ അയച്ചു. പ്രൈസ് ദൈവം ദൂതനെ അയച്ചു. എന്നിട്ട് പറഞ്ഞു, മകനെ എഴുന്നേൽക്ക, നീ നേരെ കൈസര്യയിലേക്ക് കടന്നു പോകുക. ആമേൻ ഹല്ലേലൂയ. അവിടെ ഒരുവൻ എന്നെ ആത്മീകമായി വളരണമെന്ന് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, നീ ഏത് സാഹചര്യത്തിലായിക്കൊള്ളട്ടെ, ജോലി സ്ഥലത്തായിക്കൊള്ളട്ടെ, ആമേൻ നിന്റെ റൂമിലായിക്കൊള്ളട്ടെ, വാഹനം ഓടിക്കുമ്പോഴായിക്കൊള്ളട്ടെ, ഏത് പ്രതിസന്ധിയുടെ നടുവിലായിക്കൊള്ളട്ടെ, ആത്മീകമായി ദൈവത്തിൻ്റെ അടുക്കലേക്ക് അടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവം അതിനുള്ള മുഖാന്തരങ്ങളെ ഒരുക്കും, അതിനുള്ള വഴികളെ ഒരുക്കും, അതിനുള്ള ഹല്ലേലൂയ മാർഗങ്ങളെ ദൈവം ഒരുക്കും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ കൊർന്നല്യോസ് അങ്ങനെ ഒന്ന് ആഗ്രഹിച്ചപ്പോൾ ദൈവം അത്ഭുതങ്ങളെ ചെയ്തു. അവൻ പത്രോസിനെ ഹല്ലേലൂയ അവൻ്റെ അടുക്കലേക്ക് അയച്ചു. ആമേൻ ഹല്ലേലൂയ. ഇനി എൻ്റെ 30-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? അതിന് കൊർന്നല്യോസ് നാലാകുന്ന ഈ നേരത്ത് ഞാൻ വീട്ടിൽ 9-ാം മണി നേരത്ത് പ്രാർത്ഥന കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശുഭ്രവസ്ത്രം ധരിച്ച ഒരു പുരുഷൻ എന്റെ മുമ്പിൽ നിന്നു. കൊർന്നല്യോസേ, ദൈവം നിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ ധർമ്മം ഓർത്തിരിക്കുന്നു. മതി. ആമേൻ ഹല്ലേലൂയ. ആ നല്ല മനസ്സിന്റെ പ്രാർത്ഥനയെ സ്വർഗം കേട്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ഒരു അത്ഭുതം അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. അങ്ങനെ അവൻ ആത്മീകമായി സ്പിരിച്വൽ ഗ്രോത്ത് ആഗ്രഹിച്ച കൊർന്നല്യോസിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. ഇനി നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ വിഷയത്തിലേക്ക് വരാം. പൂർണ്ണമായ ആത്മീക വളർച്ച എത്താത്ത ആമേൻ ഒരു വ്യക്തിയെ, ഒരു ദൈവ പൈതലിനെ ആമേൻ
പക്വതയുള്ള ഒരു ആത്മീകനാക്കി മാറ്റുവാൻ വേണ്ടി ദൈവം ചെയ്യുന്ന ഒരു പ്ലാനാണ്. നമുക്കതിൽ കാണാവുന്ന പത്രോസിനെ കുറിച്ചാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ആമേൻ ഹല്ലേലൂയ. കൊർന്നല്യോസിനെ നേടുവാൻ വേണ്ടി ദൈവം അയച്ച പത്രോസിനെ കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. പത്രോസിനെ കുറിച്ച് പഠിച്ചാൽ ഹല്ലേലൂയ, ആമേൻ, ബെത്സൈദ എന്ന പട്ടണത്തിലെ യോന എന്ന് പറയുന്ന യഹൂദൻ്റെ മകനായി ജനിച്ച ശീമോൻ എന്ന് പേരുള്ള എന്ന് അതിൻ്റെ വാക്കിൻ്റെ അർത്ഥം കേൾവിക്കാരൻ. പക്ഷേ ശീമോനെ കുറിച്ച് പഠിച്ചാൽ അവൻ ഒരിക്കലും കേട്ടിരിക്കാനുള്ള മനസ്സില്ലാത്ത ഒരു വെപ്രാളിയായിട്ടുള്ള ഒരു മനുഷ്യനാണ്. അവൻ്റെ അർത്ഥം കേൾവിക്കാരൻ എന്നാണെങ്കിലും അവൻ ഹല്ലേലൂയ, അവൻ അതിനുള്ള മനസ്സില്ലാത്തൊരു വ്യക്തിയാണ്. അങ്ങനെ ശീമോൻ എന്ന് പറയുന്ന മനുഷ്യൻ, ഇവനെ പറയുന്നൊരു മറ്റൊരു പേരുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ എരിവുകാരൻ എന്നൊരു വാക്യം പറയുന്നു. എരിവുകാരനായ ശീമോൻ. അങ്ങനെ വിളിക്കപ്പെടാനുള്ള കാരണമെന്ന് പറയുന്നത്, ഹേരോദ രാജാവ് തൻ്റെ ഭരണകാലത്ത് പ്രൈസ് ദി ലോർഡ് ഒരു തീരുമാനമെടുത്തു. തൻ്റെ ദേശങ്ങൾ വിഭജിച്ച് തൻ്റെ മക്കൾക്ക് നൽകാമെന്ന്. അങ്ങനെ തൻ്റെ 3 മക്കളായ ഫിലിപ്പോസ് എന്ന ഒരു മനുഷ്യന് ഒരു ദേശം നൽകി. പിന്നെ ഹേരോദ അഗ്രിപ്പ എന്ന് പറഞ്ഞ മനുഷ്യന് മറ്റൊരു ദേശം നൽകി. അർക്കില്യോസ് എന്ന് പറയുന്ന തൻ്റെ മകന് ഒരു ദേശം നൽകി. അങ്ങനെ വ്യത്യസ്തമായ ദേശങ്ങൾ തൻ്റെ മക്കൾക്ക് ഭരിക്കുവാൻ വേണ്ടി നൽകി. അങ്ങനെ ഭരണമേറ്റെടുത്ത് ഇവരെന്ത് ചെയ്തു? ആ ദേശങ്ങളിലേക്ക് പുതിയ ഭരണ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു. നികുതി ചുമത്തുക, ആമേൻ ഹല്ലേലൂയ, കരമെടുക്കുക, അതുപോലെ ജനസംഖ്യ എടുക്കുക, അങ്ങനെ വിവിധമാകുന്ന ഭരണ സംവിധാനങ്ങൾ ഇവർ കൊണ്ടുവന്നു. എന്താ സംഭവിച്ചെന്നറിയോ? എന്നേരം യൂദ എന്ന് പറയുന്ന ഒരു യഹൂദൻ്റെ നേതൃത്വത്തിൽ ഒരു പാർട്ടി രൂപീകരിച്ചിട്ട് ഒരു വിപ്ലവം അവർ സ്റ്റാർട്ട് ചെയ്തു. ആമേൻ, ഞങ്ങൾ യഹൂദന്മാരാണ്, ഞങ്ങൾ ദൈവത്തിന് മാത്രമേ കരം കൊടുക്കത്തുള്ളൂ, ഞങ്ങൾ നിങ്ങൾക്ക് രാജാക്കന്മാർക്ക് കരം തരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിപ്ലവ പാർട്ടി രൂപീകരിച്ചു. അവരെ വിളിക്കുന്ന പേരാണ് എരിവുകാർ. യഹൂദന്മാർക്ക് വേണ്ടി നിലനിൽക്കുന്ന, റോമൻ ഭരണത്തിനെതിരെ എതിരായി നിൽക്കുന്ന എരിവുകാരായ ഒരു ഗ്രൂപ്പുണ്ട്. അതിൽപ്പെട്ട വ്യക്തിയായിരുന്നു ഈ ശീമോൻ എന്ന് പറയുന്ന നമ്മുടെ പത്രോസ്. അങ്ങനെ ഇരിക്കെ ആമേൻ, യോഹന്നാൻ സ്നാപകൻ്റെ ശിഷ്യനായിരുന്ന ഈ ശീമോൻ്റെ സഹോദരൻ അന്ത്രയോസ് ഒരിക്കൽ ഈ ശീമോനെ കൂട്ടിക്കൊണ്ടുവന്ന് യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. പ്രൈസ് ദി ലോർഡ്. യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നിട്ട് പരിചയപ്പെടുത്തിയപ്പോൾ യേശു അവനെ നോക്കിയിട്ട് പറഞ്ഞു, നീ പത്രോസ് ആകുന്നു. ആമേൻ, ആമേൻ, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണി. അതിൻ്റെ ഈ പത്രോസ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് പാറ എന്നാണ്. പാറ. അപ്പോൾ ഹല്ലേലൂയ, നമുക്ക് അറിയാം അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം പരിശുദ്ധാത്മാവ് പ്രാപിച്ച് ആമേൻ ഹല്ലേലൂയ പ്രവർത്തനം ആരംഭിച്ച അപ്പോസ്തല പ്രവൃത്തി 1 മുതൽ 15 വരെയുള്ള അധ്യായങ്ങളിൽ പത്രോസിൻ്റെ സുവിശേഷ വേലയാണ്. പത്രോസ് എന്ന പാറമേൽ ആദിമ സഭയെ കർത്താവ് പണിയുന്ന വിധങ്ങളാണ് ഈ 15 അധ്യായങ്ങളിൽ കാണുന്നത്. എൻ്റെ യേശു ഒരു വാക്ക് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണ്. ആമേൻ 15 മുതൽ അവസാനം വരെയുള്ള 28 വരെയുള്ള അധ്യായങ്ങൾ കാണുന്നത് ആമേൻ ഹല്ലേലൂയ, ആമേൻ പൗലോസിൻ്റെ സുവിശേഷ പ്രവർത്തനങ്ങളാണ്. അങ്ങനെയെങ്കിൽ ഈ പത്രോസിനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇവിടെ യേശുവിൻ്റെ അടുക്കൽ വന്നു പരിചയപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് നേരെ പത്രോസ് വീണ്ടും തൻ്റെ പഴയ വലയും എടുത്തുകൊണ്ട് അവൻ മീൻ പിടിക്കാൻ പോയി. അവൻ ഈ പത്രോസിൻ്റെ ഈ വെപ്രാളിയായ പത്രോസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു വരുന്നത്. നേരെ പോയി. പക്ഷേ യേശു അവൻ്റെ ഉള്ളിലെ എരിവുള്ള അവൻ്റെ ആ തീഷ്ണത കണ്ടിട്ട് യേശു എന്ത് ചെയ്യുന്നറിയോ? പ്രൈസ് ദി ലോർഡ്, നേരെ പത്രോസിൻ്റെ അടുക്കിലേക്ക് പോയി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവമേ, ദൈവസന്നിധാനത്തിൽ ദൈവത്തിന് വേണ്ടി തീഷ്ണതയോടും എരിവോടും നമ്മൾ നിൽക്കുന്നുവെങ്കിൽ നമ്മളൊന്ന് മാറി നിന്നാലും ദൈവം നമ്മുടെ അടുക്കലേക്ക് വരും. പ്രൈസ് ദി ലോർഡ്. നമ്മളെ മാറോട് ചേർക്കും. ദൈവസന്നിധാനത്തിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ അവൻ നമ്മുടെ അടുക്കിലേക്ക് വരും. ഇവിടെ പത്രോസിൻ്റെ അടുക്കിലേക്ക് വന്നു. പടകിൽ കയറിയിരുന്നു കൊണ്ട് സുവിശേഷം പറയുവാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ, ആമേൻ. അതിനുശേഷം അവനോട് പറഞ്ഞു, വലയിടാൻ പറഞ്ഞു. പെരുത്ത മീൻകൂട്ടം കിട്ടിയെന്ന് നമുക്ക് കാണാം. അവിടെ എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം, ആ പെരുത്ത മീൻകൂട്ടം കിട്ടുന്നതിന് മുൻപ് ആ വള്ളത്തിൽ കയറിയിരുന്നുകൊണ്ട് യേശു അവൻ ദൈവരാജ്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഹല്ലേലൂയ, പത്രോസിൻ്റെ മനസ്സിൽ അത് കയറുവാനിടയായി തീർന്നു. വചനം കേട്ടപ്പോൾ അവൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ സുവിശേഷത്തെ, അവൻ്റെ സ്പിരിച്വൽ ഗ്രോത്തിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എടുത്തു വെച്ചു. സകലതും ഉപേക്ഷിച്ചിട്ട് യേശുവിൻ്റെ പിന്നാലെ അനുഗമിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ ഹല്ലേലൂയ അനുഗമിച്ചു. അവൻ പിന്നീട് നമുക്ക് ചരിത്രം ഇങ്ങോട്ട് പഠിക്കുമ്പോൾ അവൻ പത്രോസിനെ കുറിച്ച് പഠിക്കുന്നത്, അവൻ പല പ്രാവശ്യം ഈ 3.5 വർഷത്തെ ജീവിതത്തിൻ്റെ ഇടയിൽ പല പ്രാവശ്യം യേശുവിൻ്റെ കയ്യിൽ നിന്ന് വഴക്ക് കേട്ട വ്യക്തിയാണ്.
ആമേൻ, ഹല്ലേലൂയ. ഒരു പ്രാവശ്യം യേശു അവനെ നോക്കി പറഞ്ഞു, പോ സാത്താൻ, എന്നെ വിട്ടുപോയെന്ന് പറഞ്ഞതാണ് ഒരു പ്രാവശ്യം. മറ്റൊരു പ്രാവശ്യം പറഞ്ഞു, എൻ്റെ ജീവൻ പോയാൽ ഞാൻ നിന്നെ തള്ളിക്കളയത്തില്ലെന്ന് പറഞ്ഞതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് 3 പ്രാവശ്യം തള്ളി പറഞ്ഞ വ്യക്തിയാണ്. അതിനുശേഷം ഒരു പ്രാവശ്യം മലയിൽ പ്രാർത്ഥിക്കാൻ പോയപ്പോൾ ഏലിയാവും മോശയും പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഹല്ലേലൂയ, ആമേൻ, നമുക്കിവിടെ ഒരു 3 കുടിലുണ്ടാക്കി ഇവിടെ അങ്ങ് പാർക്കാം, പുറത്ത് താഴോട്ട് പോണ്ട എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. അതിനുശേഷം ആമേൻ ഒരു പ്രാവശ്യം യേശുവിനെ പടയാളികൾ പിടിക്കാൻ വന്നപ്പോൾ ഒരു കളരിയഭ്യാസിയെ പോലെ ചാടി വാളെടുത്ത് ഒറ്റ വെട്ടിന്, എനിക്ക് തോന്നുന്നു അവസാനം ഈ വെപ്രാളിയാണല്ലോ, അവസാനത്തെ ഗുരു പഠിപ്പിച്ച ക്ലാസ്സിന് പോയി കാണത്തില്ല. അതുകൊണ്ട് എന്ത് പറ്റി, വെട്ടിയപ്പോൾ ചെവിക്കാ വെട്ടുകൊണ്ട്. ആമേൻ, അങ്ങനെ ഹല്ലേലൂയ ചെവി അറുത്തിട്ടൊരു സംഭവം നമുക്കറിയാം. ആമേൻ, അങ്ങനെ ഒരു വെപ്രാളിയായിരുന്ന ഈ മനുഷ്യനെ ആമേൻ ഹല്ലേലൂയ ആമേൻ 120 പേർ ഹല്ലേലൂയ ആമേൻ പെന്തക്കോസ് നാളിൽ മർക്കോസിൻ്റെ മാളിക മുറിയിൽ ഹല്ലേലൂയ ഇരുന്ന് ആത്മ അഭിഷേകം പ്രാപിച്ചപ്പോൾ ഹല്ലേലൂയ പരിശുദ്ധ ആത്മാവ് അഗ്നിനാവ് പോലെ അവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ദൈവം ഈ പത്രോസിൻ്റെ കൈയിലേക്ക് ഒരു താക്കോൽ ഏൽപ്പിച്ചു. സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ കയ്യിലേക്ക് കിട്ടിയ പത്രോസ് ഹല്ലേലൂയ അപ്പോസ്തലരുടെ പ്രവൃത്തി 2-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ ഹല്ലേലൂയ അവൻ ആ താക്കോൽ കൈ കിട്ടിയപ്പോൾ അവൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് സകല ജനത്തോടും സുവിശേഷം അറിയിക്കുവാൻ തുടങ്ങി. ഹല്ലേൽ ശക്തിയോടെ ഹല്ലേൽ ദൈവത്തിൻ്റെ വചനം പറയുവാൻ തുടങ്ങി. നിങ്ങൾ ക്രൂശിച്ചു കൊന്ന യേശു മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റിരിക്കുന്നു. അവൻ ഹല്ലേൽ മരണത്തെ ജയിച്ചിരിക്കുന്നു. അവനിൽ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് പാപത്തിന് മോചനമുണ്ട്. നിങ്ങൾക്ക് ഹല്ലേലൂയ സമാധാനം ലഭിക്കും, നിത്യജീവൻ ലഭിക്കുമെന്നുള്ള സന്ദേശം ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കുറിച്ച് പ്രസംഗിച്ചപ്പോൾ ആദ്യത്തെ ഒറ്റ പ്രസംഗത്തിൽ 3000 പേർ രക്ഷിക്കപ്പെട്ട് സഭയോട് ചേർന്ന് പത്രോസിന്റെ കയ്യിൽ ഹല്ലേലൂയ ആ സ്വർഗത്തിന്റെ താക്കോൽ കൊടുത്ത അപ്പോൾ 3 പ്രാവശ്യം അങ്ങനെ അത്ഭുതം ചെയ്തിട്ട് 3 പ്രാവശ്യം ആ താക്കോൽ ഉപയോഗിച്ച് പത്രോസ് അത്ഭുതം ചെയ്തു. അതിൽ 1-ാമത്തെ പ്രാവശ്യമാണ് ഈ നമ്മൾ ഇപ്പോൾ ചിന്തിച്ച അപ്പോസ്തലരുടെ പ്രവൃത്തി 2-ാം അധ്യായം 14-ാം വാക്യം മുതൽ താഴോട്ട് വായിക്കുന്നത്. ഇനി 2-ാമത്തെ സന്ദർഭം എന്ന് പറയുന്നത് 2-ാമത് ഈ സ്വർഗീയ താക്കോൽ ഉപയോഗിച്ച് ഒരു ശുശ്രൂഷ ചെയ്തത് 8-ാം അധ്യായം അതിൻ്റെ 14-ഉം 15-ഉം വാക്യങ്ങളൊന്ന് വായിക്കാമോ? യെരൂശലേമിലെ അപ്പോസ്തലന്മാർ ശമര്യർ ദൈവവചനം കൈക്കൊണ്ട് എന്ന് കേട്ട് പത്രോസിനെയും യോഹന്നാനെയും അവരുടെ അടുക്കൽ അയച്ചു. അവർ ചെന്ന് അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിന് അവർക്കായി പ്രാർത്ഥിച്ചു. അന്നുവരെ അവരിൽ ആരുടെയും മേലും ആത്മാവ് വന്നിരുന്നില്ല. അവർ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനമേറ്റിരുന്നതേയുള്ളൂ. ഈ സ്വർഗത്തിന്റെ താക്കോൽ ഉപയോഗിച്ചുള്ള പത്രോസിന്റെ 2-ാമത്തെ സുവിശേഷ വേലയാണ് നമ്മളിവിടെ വായിച്ചത്. ആമേൻ. ശമര്യയിൽ ഫിലിപ്പോസ് പോയി സുവിശേഷം അറിയിച്ച് അനേകരെ രക്ഷയിലേക്ക് കൊണ്ടുവന്ന് സ്നാനപ്പെടുത്തി. പക്ഷേ അവർ അഭിഷേകം പ്രാപിച്ചിരുന്നില്ല. എന്നാൽ ഈ പത്രോസും യോഹന്നാനും അവിടെ ചെന്ന് പത്രോസ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഹല്ലേൽ പരിശുദ്ധാത്മാവ് അതിശക്തിയോ അവരുടെ മേലേക്ക് ഇറങ്ങി. അങ്ങനെ ഹല്ലേലൂയ ഒരു പുതിയ വിപ്ലവം തന്നെ അവിടെ ഉണ്ടാകുവാൻ ഇടയായിത്തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 3-ാമതായിട്ട് ആമേൻ ഹല്ലേലൂയ സ്തോത്രം ആമേൻ ഹല്ലേലൂയ ഈ താക്കോൽ ഉപയോഗിച്ച് പത്രോസ് ചെയ്ത ശുശ്രൂഷ എന്ന് പറയുന്നത് ആമേൻ 10-ാം അധ്യായം ആമേൻ അതിൻ്റെ 44-45 വാക്യങ്ങളൊന്ന് വായിച്ചേ. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് വന്നു. അവർ അന്യഭാഷകൾ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വീകരിക്കുന്നതും കേൾക്കയാൽ പത്രോസിനോടുകൂടെ വന്ന പരിച്ഛേദക്കാരായ വിശ്വാസികൾ പരിശുദ്ധാത്മാവെന്ന ദാനം ജാതികളുടെ മേലും പകർന്നത് കണ്ട് വിസ്മയിച്ചു. ഹല്ലേലൂയ. 3-ാമതായിട്ട് ആമേൻ ഹല്ലേലൂയ ഈ പത്രോസ് ഹല്ലേലൂയ ആ യഹൂദന്മാരുടെ ഇടയിലും ആമേൻ ശമര്യയിലും ശമര്യ എന്ന് പറഞ്ഞാൽ മിക്സ്ഡ് ജാതിയാണ്. യഹൂദനും വേറൊരു ജാതിയുടെ ഇടകലർന്നതാണ്. ഇവർ ശമര്യയുടെ അടുക്കൽ പോകത്തില്ലായിരുന്നു. പക്ഷേ നിർബന്ധം കൊണ്ട് ശമര്യയിൽ യോഹന്നാൻ്റെ കൂടെ പത്രോസ് പോയിരുന്നു. ആമേൻ. എന്നാൽ ഇവിടെ
പൂർണ്ണമായി ജാതീയ വിശ്വാസത്തിലുള്ള ആര്യവംശത്തിൽപ്പെട്ട കൊർന്നല്യോസിൻ്റെ ഉള്ള ബന്ധത്തിലാണ് ഈ 10-ാം അധ്യായത്തിൽ നമ്മൾ കാണുവാൻ കഴിയുന്നത്. ഇവിടെ പത്രോസ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ മൂന്നാമതായി സ്വർഗത്തിൻ്റെ താക്കോൽ ദൈവം നൽകിയ ആ സ്വർഗീയ താക്കോൽ ഉപയോഗിച്ചപ്പോൾ പരിശുദ്ധ ആത്മാവ് അവരുടെ മേലേക്ക് ഇറങ്ങിയിട്ട് ഹല്ലേലൂയ ആ ജാതി ഒന്നാമത്തെ നാളിൽ ആ മർക്കോസിൻ്റെ മാളിക മുറിയിൽ ഇറങ്ങിയതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അവരുടെ മധ്യത്തിലേക്ക് ഇറങ്ങുകയും ഹല്ലേലൂയ അവർ ദൈവത്തിൽ ശക്തിപ്പെടുവാനും അങ്ങനെ വലിയൊരു സഭ അല്ലെങ്കിൽ വലിയൊരു ദൈവ സഭ അവിടെ രൂപാന്തരപ്പെടുവാനും ഇടയായി തീർന്നു. എന്നെ കേൾക്കുന്ന ദൈവ ഇതിലെ ആമേൻ ഹല്ലേലൂയ. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, പൂർണ്ണമായ ഒരു ആത്മീക വളർച്ച എത്താതിരുന്ന അല്ലെങ്കിൽ ആ ഒരു പക്വത പ്രാപിക്കുക. കാരണം ഈ പത്രോസ് യഹൂദന്മാരുടെ ഇടയിൽ മാത്രം സുവിശേഷിച്ചു കൊണ്ടിരുന്ന ഒരു സമയത്ത് അവനെ ആ പൂർണ്ണമായിട്ടും ആ ഒരു പക്വതയിലേക്ക് എത്തിക്കാൻ വേണ്ടി അവനൊരു ദർശനം കാണിച്ച് വിജാതീയനായ കൊർന്നല്യോസിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് അവനെ രക്ഷയിലേക്ക് കൊണ്ടുവന്നിട്ട് ഈ പത്രോസ് പറയുന്നൊരു പദമുണ്ട്. ആ 10-ാം അധ്യായം അതിൻ്റെ 34-ഉം 35-ഉം ഒന്ന് വായിക്കാമോ? അപ്പോൾ പത്രോസ് വായ് തുറന്ന് പറഞ്ഞു തുടങ്ങിയത്, ദൈവത്തിന് മുഖപക്ഷമില്ല ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നു എന്നും ഞാൻ ഇപ്പോൾ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു. ഇപ്പോഴാണ് ഈ പത്രോസിന് ആ ഒരു ആത്മീക ആ സ്പിരിച്വൽ ഗ്രോത്തിൻ്റെ ഒരു പൂർണ്ണതയിലേക്കും ആ പക്വതയിലേക്കും വന്നത്. ഇതുവരെ അവൻ ഹല്ലേലൂയ ജാതികളുടെ അടുക്കൽ പോകാതെ യഹൂദന്മാരുടെ ഇടയിൽ സുവിശേഷം അറിയിച്ചപ്പോൾ ഇവിടെ വന്ന് ഇങ്ങനെ ഒരു സന്ദർഭം കണ്ടു. കൊർന്നല്യോസും അവനോടൊപ്പം വലിയൊരു ഗ്രൂപ്പും പരിശുദ്ധ ആത്മാവിനാൽ അവർ ആദിയിൽ പ്രാപിച്ചതുപോലെ ആത്മാവിനെ പ്രാപിക്കുന്ന കണ്ടപ്പോഴാണ്, അവർ ആത്മീയ ഗ്രോത്ത് പ്രാപിക്കുന്നത് കണ്ടപ്പോഴാണ് പത്രോസിന് ആ പക്വത പത്രോസിലേക്ക് വന്നത്. പിന്നീട് അങ്ങോട്ട് ചിന്തിച്ചാൽ, ആ പത്രോസിൻ്റെ ചരിത്രം പഠിച്ചാൽ അവിടെ മുതൽ ഈ 15 അധ്യായം വരെ, പിന്നെ 2-3 അധ്യായം കൂടെ പത്രോസിനെ കുറിച്ച് പറയുന്നുള്ളൂ. പിന്നെ ചരിത്രം പറയുന്നത് ആത്മീക പക്വത പ്രാപിച്ച പൂർണ്ണതയിലേക്ക് എത്തിയ പത്രോസ് അനേക അത്ഭുതങ്ങൾ ചെയ്തു, അനേക സഭ വിഷയങ്ങൾ ഇടപെട്ട് സമാധാനകരമായ തീരുമാനങ്ങൾ എടുപ്പിച്ചു, അനേക ആദിമ നൂറ്റാണ്ടിൽ സഭയ്ക്ക് വേണ്ടി എരിവോടെ നിന്നു. ഒടുവിൽ ഹല്ലേലൂയ നീറോ ചക്രവർത്തിയുടെ കാലത്ത് AD 68 നീറോ ചക്രവർത്തി ഈ പത്രോസിനെയും തൻ്റെ വൈഫിനെയും പിടിച്ചുകൊണ്ട് ഹല്ലേലൂയ സുവിശേഷ മുഖാന്തരം പിടിച്ചു കൊണ്ടുപോയി അവരോട് പറഞ്ഞു, നീ ഈ യേശുവിനെ തള്ളി പറഞ്ഞാൽ നിന്നെ ഞാൻ ക്രൂശിക്കത്തില്ല, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ രണ്ടുപേരെയും ക്രൂശിക്കുമെന്ന് പറഞ്ഞപ്പോൾ അവൻ തൻ്റെ ഭാര്യയുടെ അടുക്കിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, ഹല്ലേലൂയ, ഞാൻ ഒരിക്കൽ എൻ്റെ യേശുവിനെ തള്ളി പറഞ്ഞതാ, ഇനി ഒരിക്കലും എൻ്റെ ജീവൻ പോയാലും ഞാൻ എൻ്റെ യേശുവിനെ തള്ളി പറയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ഭാര്യയെ ബലപ്പെടുത്തി അവൻ യേശുവിനെ തള്ളി പറയുന്നതുകൊണ്ട് അവൻ്റെ കൺമുൻപിൽ വെച്ച് അവൻ്റെ ഭാര്യയെ അവർ ക്രൂശിച്ച് കൊന്നുകളഞ്ഞു. അനന്തരം ഈ പത്രോസിനോട് പറഞ്ഞപ്പോൾ പത്രോസ് പറഞ്ഞ വാചകം ഇങ്ങനെയാണ്, എന്നെ കൊന്നാലും ഞാൻ എൻ്റെ യേശുവിനെ തള്ളി പറയുകയില്ല. അനന്തരം ക്രൂശിക്കാൻ തുടങ്ങിയപ്പോൾ അവൻ അങ്ങോട്ടൊരു സജഷൻ വെച്ചു, എൻ്റെ യേശുവിനെ ക്രൂശിച്ചതുപോലെയല്ല, തല കീഴായിട്ട് എന്നെ ക്രൂശിക്കണമെന്ന് അങ്ങോട്ട് സജഷൻ വെച്ചിട്ട് തല കീഴ യേശുവിൻ്റെ പാദം ഇരുന്നെടുത്ത് മുത്തിക്കൊണ്ട് ഹല്ലേലൂയ ധീര രക്തസാക്ഷിയായി പത്രോസ് ഹല്ലേലൂയ മരണമടഞ്ഞു. താൻ ഒരിക്കൽ തള്ളി പറഞ്ഞുവെങ്കിൽ ആത്മീക പക്വത വന്നപ്പോൾ യേശുവിനെ തള്ളി പറയാതെ മരണത്തെ സന്തോഷത്തോടെ സ്വീകരിച്ചിട്ട് മനോഹരമായ 2 അനുഗ്രഹിക്കപ്പെട്ട 2 ലേഖനങ്ങൾ അവൻ സഭയ്ക്ക് സമ്മാനിച്ചിട്ട് നിങ്ങൾ ആ ലേഖനങ്ങൾ വീട്ടിൽ പോയിട്ടൊന്ന് വായിക്കണം. എത്ര മനോഹരമായിട്ടുള്ള ലേഖനമാണെന്നറിയുമോ? അതിലോരോ പദങ്ങൾ, അതിൻ്റെ അർത്ഥങ്ങൾ ഹല്ലേലൂയ നമ്മെ ബലപ്പെടുത്തുന്നതാണ്. അങ്ങനെ മനോഹരമായ 2 ലേഖനങ്ങൾ എഴുതി തന്നിട്ട് പത്രോസ് ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു. എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, ഈ നാളുകളിൽ ഒരാത്മീക പൂർണ്ണതയിലേക്ക് എത്തുവാൻ, ഒരാത്മീക പക്വതയിലേക്ക് എത്തുവാൻ നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. അങ്ങനെ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കൊർന്നല്യോസ് എന്ന ആ 3-ാമത്തെ ചിന്ത, ഹല്ലേലൂയ, കൊർന്നല്യോസ് എന്ന ആ ആര്യവംശജനെ യേശു ക്രിസ്തു വീണ്ടെടുത്തു. ഹല്ലേലൂയ. ഞാനൊരു ഇവിടെ ഈ ഭാഗം ചിന്തിച്ചപ്പോൾ അതായത് നോഹയുടെ 3 പുത്രന്മാരിൽ 2 പേരെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ആഫ്രിക്കൻ വംശജനായിരുന്ന എത്യോപ്യക്കാരൻ ഷണ്ണനെ കുറിച്ച് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചായിരുന്നു. ഇന്ന് നമ്മൾ ചിന്തിച്ചത് ആര്യവംശജനായ
ഈ കൊർന്നല്യോസിനെ കുറിച്ചാണ്. പക്ഷെ ഇതേ സംഭവം ക്രൂശിൻ്റെ മുമ്പിലും നടന്നിട്ടുണ്ട്. ആമേൻ. ഒരു കാര്യം ഞാൻ പറയാം. കർത്താവിനെ ക്രൂശിക്കുന്ന സമയത്ത് ഈ ആഫ്രിക്കക്കാരനായ ശീമോൻ ആ ക്രൂശിൻ്റെ ഒരറ്റം ചുമന്നിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിനെ ക്രൂശിച്ച സമയത്ത് യഹൂദ വംശത്തിൽപ്പെട്ട യോഹന്നാൻ ആ ക്രൂശിൻ്റെ ചുവട്ടിലുണ്ടായിരുന്നു. ആമേൻ. എന്നാൽ തെളിവില്ലെങ്കിലും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നതും പരിശുദ്ധാത്മാവിൻ്റെ മനസ്സിൽ പ്രകാശിപ്പിച്ചതുമായ ഒരു കാര്യം ഞാൻ പറയട്ടെ. ആ ക്രൂശിക്കപ്പെട്ട കള്ളൻ ഒരു പക്ഷേ ആര്യ വംശത്തിൽപ്പെട്ടുള്ളവനായിരിക്കാം. അതല്ലെങ്കിൽ ആ ക്രൂശിൻ്റെ ചൂട്ടിൽ നിന്ന പടയാളികളിൽ ആരെങ്കിലും ആര്യ വംശത്തിൽ നിന്നുള്ളവരായിരിക്കാം. ഈ 3 ജനതയെ സാക്ഷി നിർത്തിക്കൊണ്ട് കർത്താവ് കാൽവരി ക്രൂശിൽ മരിച്ചത് സകല ജനത്തിൻ്റെ പ്രതിനിധികളായിട്ട് അവരോട് പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി മരിക്കുന്നു. ഞാൻ പക്ഷേ മരണത്തെ ജയിച്ചുയർത്തെഴുന്നേൽക്കും, എൻ്റെ രക്തത്താൽ നിങ്ങൾക്ക് വിടുതൽ ലഭിക്കുമെന്നുള്ള സന്ദേശമാണ്. ആ സന്ദേശമാണ് ഇവിടെ നമ്മൾ കണ്ടത്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാഭിഷേകത്തിന് ശേഷം 1-ാം നൂറ്റാണ്ടിൽ നമ്മളിവിടെ കണ്ട 2 വ്യക്തികൾ വിശ്വാസത്തിലേക്ക് കടന്നു വന്നത്. ഇനി ഒരു വ്യക്തി കൂടെ ഉണ്ട്. നമുക്ക് പിന്നെ സമയം കിട്ടുമ്പോൾ ഒരിക്കൽ അതിനെക്കുറിച്ച് ചിന്തിക്കാം. നമ്മൾ കേട്ട ഈ വചനത്തിൻ്റെ മുന്നിലേക്ക് നമ്മുടെ കണ്ണുകളെ അടച്ച് ഒരു നിമിഷം ഒന്ന് ധ്യാനിക്കാം. ഹല്ലേലൂയ. ഒരു ആത്മീക ഗ്രോത്ത് പ്രാപിക്കുവാൻ വേണ്ടി ഹല്ലേലൂയ. നമ്മൾ ഒന്നാമതായിട്ട് നമ്മുടെ മനനം ചെയ്യുവാനുള്ള മനസ്സിനെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. രണ്ടാമതായിട്ട് പരിശുദ്ധാത്മാവിനെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുക. മൂന്നാമതായിട്ട് വചനം സ്വീകരിക്കുക. നാലാമതായിട്ട് ആത്മീക കൂട്ടായ്മകളിൽ പങ്കെടുക്കുക. ആ ആത്മീക ഭക്തരുമായിട്ടുള്ള സമ്പർക്കം നിലനിർത്തുക. അങ്ങനെ നമ്മൾ പ്രതിദിനവും ആത്മീക കൂട്ടായ്മയിൽ വളർന്നു വരുവാൻ സ്പിരിച്വൽ ഗ്രോത്തിൽ വളർന്നു വരുവാൻ ദൈവം നമ്മളെ ഇടയാക്കുമാറാകട്ടെ. ഈ വചനങ്ങൾ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവിക ആലോചന ഇന്ന് രാത്രികൾ കേൾപ്പാൻ ദൈവം നമ്മളെ സഹായിച്ചല്ലോ. ആത്മീക വർധന അല്ലെങ്കിൽ ആത്മീക വളർച്ച, സ്പിരിച്വൽ ഗ്രോത്തിനെക്കുറിച്ചാണ് ഇന്ന് ഉപവാസ പ്രാർത്ഥനയുടെ 5-ാമത്തെ രാത്രിയും നമ്മൾ നിൽക്കുന്നത്. 5-ാമത്തെ രാത്രി പരിശുദ്ധാത്മാവിൽ വചനത്തിൽ നിന്ന് ദേവദാസൻ സംസാരിച്ചപ്പോൾ സ്തോത്രം ഉൾപ്പെടുത്തിയ ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു ചിന്ത എന്നെ ഏറ്റവും ഓർപ്പിച്ചത് പത്രോസിനെ കുറിച്ചാണ്. സ്തോത്രം. നമുക്ക് പത്രോസും നമ്മളുമായിട്ടൊക്കെ ഒന്ന് കമ്പയർ ചെയ്യാം. പത്രോസിനെ കുറിച്ച് പറഞ്ഞാൽ ഒറ്റ ഒരു ഭാഗ്യം പത്രോസിനുള്ളായിരുന്നു. അത് കർത്താവിൻ്റെ സമയത്ത് പത്രോസ് ഉണ്ടായിരുന്നു. ആ ഒരു ഭാഗ്യം പത്രോസിനുണ്ടായി. എന്നാൽ പത്രോസും നമ്മളുമല്ല ഒരേ തലത്തിലുള്ള ആൾക്കാരാണ്. എന്നാൽ പത്രോസിനൊക്കെ കുറച്ചുകൂടെ ഭാഗ്യമുള്ളവർ നമ്മളാണ്. കാരണം ഒന്നും എനിക്ക് വിദ്യാഭ്യാസമുണ്ട്. എന്താ സ്തോത്രം പറയാത്ത അല്ലേ? ഇല്ലേ? അതിലെ ഭാഷ ഞങ്ങൾക്ക് വിദ്യാഭ്യാസം ഇല്ലെന്ന്, ഞങ്ങൾക്കും ഇല്ലെന്ന്. അതാണോ? ഒന്നുമില്ലെങ്കിൽ വിദ്യാഭ്യാസമുണ്ട്. സ്തോത്രം. പത്രോസിന് എന്തായിരുന്നു വിദ്യാഭ്യാസം? മുക്കുവനായിരുന്നു. പുള്ളിക്ക് ആകെ അറിയുന്നത് മീൻ പിടിക്കാൻ അറിയായിരുന്നു. സ്തോത്രം. എന്നാൽ ഇവിടെ ആയിരിക്കുന്ന ദൈവമക്കളാണെങ്കിലോ റഹോബോത്തിലെ വിശ്വാസികളാണെങ്കിലോ എല്ലാം ഡിഗ്രി പഠിച്ചവരാ അല്ലേ? ഒന്നുമില്ലെങ്കിലും 10-ാം ക്ലാസ് പഠിച്ചവരുണ്ടോ? ഉണ്ടോ? സ്തോത്രം. അപ്പം ആ പത്രോസിനേക്കാൾ ബുദ്ധിയുള്ളവർ നമ്മൾ. ഞാൻ പറഞ്ഞ മുക്കുവനായ പത്രോസിന് സ്തോത്രം കർത്താവിൻ്റെ സ്നേഹത്തെ അറിഞ്ഞപ്പോൾ, കർത്താവിനെ കുറിച്ചുള്ള കർത്താവിനെ കുറിച്ചുള്ള ജ്ഞാനം അവൻ്റെ ഉള്ളിൽ പകർന്നപ്പോൾ അവൻ എന്തുവായി മാറി? ഒരു അടുത്ത ലെവലിലേക്ക് മാറിയെന്നാണ് പറയുന്നത്. 2 ലേഖനങ്ങളൊക്കെ എഴുതി ദൈവസഭയെ ഉയർത്തുവാൻ, ദൈവസഭയെ വളർത്തുവാൻ. ഇന്ന് രാത്രികാലം ഞാൻ പറയട്ടെ, സ്തോത്രം, പത്രോസിനേക്കാൾ വിദ്യാഭ്യാസം പ്രാപിച്ചതും പത്രോസിനേക്കാൾ കഴിവുള്ളവരും ഞങ്ങളാണ് കഴിവുള്ളവരെന്നും, നമുക്ക് വിധി എഴുതാനും തർക്കിക്കാനും എല്ലാം കഴിവുള്ള നമുക്ക് സ്തോത്രം ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, ഈ കർത്താവിന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിഞ്ഞു? സ്തോത്രം 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 സ്തോത്രം. ഈ കർത്താവിന് എന്ത് ചെയ്യാൻ കഴിഞ്ഞു? ഞാൻ ഇവിടെ ഇരുന്ന് ചിന്തിക്കുമായിരുന്നു, ഒന്ന് എഴുന്നേറ്റ് നേരെ സാക്ഷ്യം പറയാൻ പോലും കാല് വിറയ്ക്കും. സ്തോത്രം. ഒരു പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ പോലും പ്രാർത്ഥിക്കാൻ പോലും മുട്ട് വിറയ്ക്കും. സ്തോത്രം. 10 മിനിറ്റ് വചനം എടുക്കാൻ പറഞ്ഞാൽ
വചനം എടുക്കാൻ എന്ത് ചെയ്യും? ഒരു 3 ആഴ്ച പഠിച്ചാലേ നമുക്കൊരു വചനം എടുക്കാൻ പറ്റത്തുള്ളൂ. ഇല്ലയോ? എല്ലാവരും പോയോ? ഇവിടെ ഉണ്ടോ? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അപ്പോൾ where does our spirit, കാര്യം പറയാം, അതിനുള്ള കാരണം എന്താണ്? സ്തോത്രം. ഒരു കുടുംബ പ്രാർത്ഥനയ്ക്ക് പോയി കഴിയുമ്പോൾ, കുടുംബ പ്രാർത്ഥന കഴിഞ്ഞിട്ട് എല്ലാവരും ഭക്ഷണം കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്തൊന്ന് പ്രാർത്ഥിക്ക് എന്ന് സഹോദരന്മാർ പറയുമ്പോൾ സഹോദരന്മാർ പറഞ്ഞു കേട്ടുണ്ട്, അയ്യോ ഞാനില്ല പാസ്റ്ററെ. എന്ത്? ഒരു ഭവനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പോലും ഭയം. എന്താ? വാട്ട് ഇസ് ദ റീസൺ ബിഹൈൻഡ് ഇറ്റ്? ഒരു മുക്കുവനായ പത്രോസിനെ, സ്തോത്രം, അത്ഭുതം കണ്ട് ഇറങ്ങിത്തിരിച്ച പത്രോസിനെ ദൈവം, ഹല്ലേലൂയ, സ്തോത്രം, ദൈവത്തിന് വേണ്ടി ചിലത് ചെയ്യുവാൻ ഉയർത്തിയെങ്കിൽ ഇന്ന് രാത്രികാലം ഞാൻ പരിശുദ്ധാത്മാവിൽ പറയട്ടെ, അത് വേറെ ഒന്നുമല്ല, ഒരു അഡീഷണൽ യൂണിവേഴ്സിറ്റിയുടെ ക്വാളിഫിക്കേഷൻ അല്ല, ഒരടിച്ച ഡിഗ്രി, അടുത്ത ഡിഗ്രി അല്ല. ഇന്ന് രാത്രികാലം ഞാൻ പരിശുദ്ധാത്മാവിൽ ദൈവസഭയോട് പറയാം, അത് വേറെ ഒന്നുമല്ല, അവനും ദൈവമായിട്ടുള്ളൊരു ബന്ധമുണ്ടായിരുന്നു. ഹല്ലേലൂയ. അവനും ദൈവമായിട്ട് ഉണ്ടാക്കിയെടുത്തൊരു ബന്ധമുണ്ടായിരുന്നു. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. ക്രിസ്തുവേശു ആരെന്ന് സ്തോത്രം നന്നായി അറിഞ്ഞ പത്രോസ്, യേശു ആരെന്ന് നന്നായി അറിഞ്ഞ പത്രോസ്, യേശുവിൻ്റെ വചനം എന്തെന്ന് കേട്ട പത്രോസ്, സ്തോത്രം, യേശുവിനെ വിശ്വസിച്ച പത്രോസ്. സ്തോത്രം, സ്തോത്രം. നമുക്കൊക്കെ എടുത്തുചാട്ടക്കാരനായ പത്രോസിനെ പരിചയമുള്ളൂ. നമ്മളൊക്കെ പത്രോസിന് നെഗറ്റീവ് കണ്ട് നമ്മൾ അമ്മയും സ്തോത്രം പറയുന്നവരാ. നെഗറ്റീവ്. പത്രോസോ അവൻ എടുത്തുചാട്ടക്കാരനാ. പത്രോസോ ദൈവത്തെ പിശാചെന്ന് വിളിച്ചവനാ, ഭൂതമെന്ന് വിളിച്ചവനാ. പത്രോസോ അവൻ സ്തോത്രം ഒരു സ്ത്രീയുടെ മുമ്പിൽ, തൂക്കുകാരിയായ സ്ത്രീയുടെ മുമ്പിൽ തള്ളിപ്പറഞ്ഞവനാ. ഇതാ നമ്മുടെ പത്രോസ്, നമുക്കുള്ള പത്രോസ്. ഞാൻ പറയട്ടെ, ഈ നെഗറ്റീവ് കണ്ടുകൊണ്ടിരിക്കുന്ന പത്രോസിനെ കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലേ, ഞാൻ തിരിച്ച് ചോദിക്കട്ടെ,